സ്വന്തം കല്യാണത്തിന്റെ അന്ന് സ്വന്തം കൂട്ടുകാരനാൽ ചതിയിൽപ്പെട്ട് കടലിന് നടുക്കുള്ള ജയിലറയിൽ വർഷങ്ങളായി കിടക്കുകയാണ് മോണ്ടെ ക്രിസ്റ്റോ. അവന്റെ ആരോഗ്യം ക്ഷയിച്ചു, താടിയും മുടിയും വളർന്നു, നഖങ്ങൾ വളർന്നു. തന്റെ കാമുകി തനിക്ക് വേണ്ടി കാത്തിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മോണ്ടെ ക്രിസ്റ്റോ ജീവിക്കുന്നത്. ഒരു രാത്രി അവൻ അപ്പുറത്തെ അറയിൽ നിന്നും ശബ്ദം കേൾക്കുന്നു. അവൻ ചുമരിലെ കല്ല് ഇളക്കി നോക്കുമ്പോൾ പ്രായമായ ഒരു കിളവനെ കാണുന്നു. അവൻ കല്ലുകൾ ഇളക്കി അപ്പുറത്തെ അറയിൽ എത്തുന്നു. പിന്നീട് അവർ രണ്ടുപേരും ചേർന്ന് അവിടുന്ന് രക്ഷപ്പെടാൻ തുരങ്കം നിർമ്മിക്കുന്നു. ആഴ്ചകളും മാസങ്ങളും അവർ തുരക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം മണ്ണിടിഞ്ഞ് കിളവന് അപകടം സംഭവിക്കുന്നു. മരിക്കുന്നതിന് മുൻപ് വലിയൊരു നിധിയുടെ രഹസ്യം മോണ്ടെ ക്രിസ്റ്റോയോട് പറയുന്നു. ഗാർഡ്സ് വന്നു നോക്കുമ്പോൾ കിളവൻ മരിച്ചതായി കാണുന്നു. അയാളുടെ ശവശരീരം ചാക്കിൽ കെട്ടിവെക്കുന്നു. എന്നിട്ട് ഗാർഡ്സ് മുകളിലേക്ക് പോകുന്നു. അപ്പോഴേക്ക് ക്രിസ്റ്റോ കിളവന്റെ സ്ഥാനത്ത് ചാക്കിൽ കയറി കിടക്കുന്നു. ഗാർഡ്സ് അവന്റെ ശരീരം കടലിൽ എറിയുന്നു. അവിടുന്ന് നീന്തി രക്ഷപ്പെട്ട മോണ്ടെ ക്രിസ്റ്റോ കാമുകിയെ കാണാൻ ചെല്ലുന്നു. തൻ്റെ കാമുകിയെ തൻ്റെ കൂട്ടുകാരൻ കല്യാണം കഴിച്ചെന്നും അവർ ഇവിടുന്ന് പോയെന്നും വേലക്കാരി പറയുന്നു. എല്ലാം നഷ്ടപ്പെട്ട അവൻ കിളവൻ പറഞ്ഞ നിധി തേടി പോകും.